നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡേറ്റ സ്ട്രക്ചർ ലാബിൻ്റെ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന് ആപ്ലിക്കേഷനുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇംപ്ലിമെൻറ്റ് എ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് നാവിഗേഷൻ ഓഫ് വിസിറ്റഡ് വെബ് പേജസ് ഇൻ എ വെബ് ബ്രൗസർ. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊരു വെബ് പേജ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ വേറൊരു വെബ് പേജും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ രണ്ട് വെബ് പേജിലും നമ്മൾ ബാക്ക്വേർഡ് ഫോർവേഡ് മൂവ്മെൻറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സോ ഫസ്റ്റ് വി വിൽ ബി ഇംപ്ലിമെൻറ്റിംഗ് ഓർ ഇൻക്ലൂഡിങ് the important header files stdio.h and lib.h and also string.h is needed. എന്നിട്ട് നമ്മളൊരു സ്ട്രക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. കാര്യം നമുക്കൊരു സ്ട്രക്ചർ വേണം. സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു നോഡ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നോഡിന് നമുക്ക് ഡേറ്റ ആഡ് ചെയ്യണം. നമുക്കൊരു ബാക്ക്വേർഡ് പോയിൻ്ററും വേണം, നമുക്കൊരു ഫോർവേഡ് പോയിൻ്ററും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോഡ് എന്ന് പറയുന്നതാണ് സ്ട്രക്റ്റ് നോഡ്. നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രക്റ്റിൻ്റെ തന്നെ പോയിൻ്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്ട്രക്റ്റ് നോഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പ്രീവിയസ് പോയിൻ്ററും ഉണ്ട്, ഒരു നെക്സ്റ്റ് പോയിൻ്ററും ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ തന്നെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ഡെഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇനി നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ വേറെ വേരിയബിൾസിന്, അതായത് ഇൻറ്റ് ഐ ഫ്ലോട്ട് ഐ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ സ്ട്രക്റ്റ് നോഡ് ഹെഡ് സ്ട്രക്റ്റ് നോഡ് കറണ്ട് എന്ന് പറഞ്ഞാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ടൈപ്പ് ഡെഫ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ടൈപ്പ് ഡെഫ് സ്ട്രക്റ്റ് നോഡ് എന്ന് കൊടുത്തിട്ട് ഇത് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ തന്നെ കൊടുക്കണം. ഈ ലൈനിൽ തന്നെ നമ്മൾ നോഡെന്ന് കൊടുക്കണം. ഈ ലൈനിൽ തന്നെ നമ്മൾ നോഡെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോഡ് ഉപയോഗിച്ച് ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സ്ട്രക്റ്റ് നോഡെന്ന് കൊടുക്കണ്ട, അല്ലെങ്കിൽ സ്ട്രക്റ്റ് നോഡെന്ന് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ നോഡ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ പോയിൻറ്റേഴ്സായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഹെഡും കറണ്ട് എന്ന് പറഞ്ഞ് രണ്ട് പോയിൻറ്റേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. രണ്ട് പേരെ നമ്മൾ നള്ളിലോട്ട് നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ ഹെഡും കറണ്ടും ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. രണ്ട് പോയിൻറ്റേഴ്സാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഹെഡും കറണ്ടും ഇപ്പോൾ നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇനി നമ്മൾ നേരെ മെയിനിലേക്ക് പോവുകയാണ്. മെയിനിൽ നിന്നാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പോൾ മെയിനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വിസിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ്, വിസിറ്റ് a.com. അപ്പോൾ ഈ വിസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. വിസിറ്റിനകത്തേക്ക് നമ്മൾ a.com എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ പാസ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന amazon.com google.com അങ്ങനെയൊക്കെ ഉള്ള ആ പേജാണത്. അപ്പോൾ നമ്മളിവിടെ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് a.com. ആ a.comനെ ശരിക്കും ഈ URLലോട്ട് കോപ്പീഡ് ആവും, അല്ലെങ്കിൽ കോപ്പീഡ് ആവും. അപ്പോൾ ഇത് സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ ക്യാരക്ടർ $URL എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇത് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു പുതിയ നോഡ് ക്രിയേറ്റഡ് ആവുകയാണ്. ആ നോഡിൻ്റെ സിൻറ്റാക്സ് ആണിത്. നോഡ് സ്റ്റാർ നോഡ് ഇസ് ഈക്വൽ ടു നോഡ് സ്റ്റാർ malloc സൈസ് ഓഫ് നോഡ്. ഇത് നമ്മൾ malloc എന്ന് പറയുന്ന പഠിക്കുമ്പോൾ ഇതിൻ്റെ ഈ സിൻറ്റാക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ നോഡ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ നോഡാണ്. ഈ നോഡ് എന്ന് പറയുന്നതാണ് നമ്മളെ പുതിയ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ത് ടൈപ്പായിരിക്കണം, സ്ട്രക്ചറിൻ്റെ ടൈപ്പായിരിക്കണം. എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, ഈ സ്ട്രക്ചറിനകത്ത് നമ്മൾ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തോ അത്രയും ഇതിനകത്തോട്ട് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഈ സ്ട്രക്ചറിൽ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു URL കൊടുത്തിട്ടുണ്ട്, ഒരു പ്രീവിയസ് ലിങ്കും കൊടുത്തിട്ടുണ്ട്, ഒരു നെക്സ്റ്റ് ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ URL ഈ നോഡിൻ്റെ URLലോട്ട് കോപ്പി ചെയ്തു. അതായത് ഈ URL ഇരിക്കുന്ന ഡേറ്റ നോഡിൻ്റെ URLലോട്ട് കോപ്പി ചെയ്തു. നമുക്ക് സ്ട്രക്ചറിലേക്ക് ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ആദ്യം ഒരു വേരിയബിളിലേക്ക് റീഡ് ചെയ്ത് വെച്ചു, അതാണ് ഈ URL. എന്നിട്ട് ഈ a.com എന്ന് പറയുന്നത് നമ്മൾ നോഡിൻ്റെ URLലേക്ക് കോപ്പീഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നോഡിൻ്റെ
പ്രീവിയസിനെയും നെക്സ്റ്റിനെയും നമ്മൾ സെറ്റ് ചെയ്യണം, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നോഡിൻ്റെ പ്രീവിയസിനെ നമ്മൾ കറണ്ട് പോയിൻ്റ് ചെയ്യുന്നിടത്തേക്ക് പോയിൻ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ നോഡ്. ഈ നോഡിലേക്ക് a.com നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. അതിൻ്റെ പ്രീവിയസ് എന്ന് പറയുന്നത് കറണ്ട് പോയിൻ്റ് ചെയ്യുന്നേക്കാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഇപ്പം നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. കറണ്ട് ഇപ്പോൾ എവിടോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ a.comൻ്റെ പ്രീവിയസ് നള്ളിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നോഡിൻ്റെ നെക്സ്റ്റിനെ നള്ളിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവിടെ നോഡിൻ്റെ നെക്സ്റ്റ് നള്ളിലേക്കാണ് ഇവിടെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു നോഡിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നോക്കും ഇഫ് കറണ്ട്, അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ലൈൻ മീൻസ് ദാറ്റ് ഇഫ് ദ ലിസ്റ്റ് ഹാസ് ഓൾറെഡി നോഡ്സ്, അതായത് ലിസ്റ്റിനകത്ത് നോഡുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ ഇവിടെ നോഡുകളൊന്നുമില്ല. അപ്പോൾ നോഡുകളൊന്നും ഇല്ലാതിരുന്നത് കാരണം ഇതിപ്പം റൺ ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും? ഇപ്പോൾ നോഡുകൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ നോഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് നോക്കുന്നത്. ഓൾറെഡി ഹാസ് നോഡ്സ്, ഓൾറെഡി നോഡുകൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കറണ്ടിനെ നമ്മൾ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറണ്ട് ഇതാണ്. ഈ കറണ്ടിനെ നമ്മൾ ഈ നോഡിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിക്കണം. ഈ കറണ്ടിനെ നമ്മൾ ഈ നോഡിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിക്കണം. ഈ കറണ്ടിനെ നമ്മൾ ഈ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോഡിൻ്റെ കറണ്ടിനെ നമ്മളിപ്പോൾ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു, നമ്മുടെ ഫസ്റ്റ് നോഡായതുകൊണ്ട്. എന്നിട്ട് നോട്ട് ഹെഡ്, ഇപ്പോൾ ഇത് ഹെഡിലോട്ടാണോ? ഹെഡ് എന്ന് പറയുന്ന അതാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങുന്ന ഇത്. അപ്പോൾ ഈ ഹെഡ് ഇപ്പോൾ എവിടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഹെഡ് ഇപ്പോൾ ഇവിടെ വന്ന് പോയിൻ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഹെഡ് ഇപ്പോൾ പോയിൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. നമ്മുടെ നോഡ് ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മളിതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇങ്ങോട്ട് നീക്കാം. ഇതിനെ ഇങ്ങോട്ട് നീക്കുക. കറണ്ടിനെ നമ്മൾ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഹെഡിനെ നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് നീക്കുന്നത് കൊണ്ട് ഈ ഹെഡിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വെച്ചു. നമ്മുടെ ഹെഡ് ഇവിടെയാണ്. അപ്പോൾ ഹെഡിനെ നമ്മൾ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യിപ്പിച്ചു? ഹെഡിനെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു വെച്ചു. ഹെഡിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന് പോയിൻ്റ് ചെയ്തു. ഹെഡ് വന്ന് ഫസ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ നോഡിലേക്ക് പോയിൻ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കറണ്ടും ഇപ്പോൾ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കറണ്ടും ഇപ്പോൾ ഇവിടെ പോയിൻ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഹെഡിനെ നോഡിലേക്ക് പോയിൻ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറയുവാണ് വിസിറ്റഡ് a.com. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോഡിനെ ക്രിയേറ്റ് ചെയ്തു, വിസിറ്റഡ് എന്ന് കാണിച്ചു. ഇനി നമ്മൾ അടുത്തത് വിസിറ്റ് b.comലേക്ക് പോയി. തിരിച്ച് നമ്മൾ മെയിനിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിസിറ്റ് b.comലെത്തി. ഇനി b.comൽ പോകുമ്പോൾ എന്താണ്? വീണ്ടും പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്തു. ഈ b.com എന്ന് പറയുന്ന URL കോപ്പി ചെയ്തു. എന്നിട്ട് വീണ്ടും നോഡ് = സ്റ്റാർ നോഡ്, പുതിയ നോഡിനെ നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്തു. നേരത്തെ പോലെ തന്നെ URL കോപ്പി ചെയ്തു. എന്നിട്ട് ഇനി ഈ പോയിൻ്റർ എങ്ങനെ നീക്കുന്നു എന്ന് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ b.com. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് നോഡിൻ്റെ പ്രീവിയസിനെ കറണ്ട് പോയിൻ്റ് ചെയ്യുന്നിടത്തേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവിടെ നോഡിൻ്റെ പ്രീവിയസ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ നോഡ് കേട്ടോ. ഇതാണ് നമ്മുടെ നോഡ്. ഇതാണ് നമ്മുടെ നോഡ്. ഇതാണ് നമ്മുടെ പുതിയ നോഡ്. ഇപ്പോഴത്തെ നോഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഈ നോഡ് ഇപ്പോൾ ഇവിടെ വന്നു. ഈ നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ നോഡ് സ്റ്റാർ എന്ന് പറയുന്നത്. പുതിയ നോഡിനെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ നോക്കണം നോഡിൻ്റെ പ്രീവിയസിനെ കറണ്ടിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് എവിടെയാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്ന? കറണ്ട് ഇപ്പോൾ a.comലാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നോഡിൻ്റെ പ്രീവിയസ് ഇപ്പം നള്ളായിട്ടിരിക്കുമല്ലേ, അതിനെ നമ്മൾ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യിപ്പിക്കണം? കറണ്ട് പോയിൻ്റ് ചെയ്യുന്നിടത്തോട്ട് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അതായത് നോഡിൻ്റെ പ്രീവിയസിനെ കറണ്ട് പോയിൻ്റ് ചെയ്യുന്നിടത്തേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നോഡിൻ്റെ നെക്സ്റ്റിനെ നമ്മൾ നള്ളിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. നോഡിൻ്റെ നെക്സ്റ്റിനെ നമ്മൾ നള്ളിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതായത് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നോഡിൻ്റെ പ്രീവിയസിനെ കറണ്ട് പോയിൻ്റ് ചെയ്യുന്നിടത്തേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. നോഡിൻ്റെ നെക്സ്റ്റിനെ നള്ളിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ. ഇനി നമുക്ക്
ഈ കറണ്ടിനെ നമുക്ക് നീക്കണം, ഈ കറണ്ടിനെ നമുക്ക് ഇങ്ങോട്ട് നീക്കണം. അപ്പോൾ അതിനാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യും, ഈ ലൈൻ ഇപ്പോൾ വർക്ക് ചെയ്യും. അതായത് ഇഫ് കറണ്ട്, അതായത് ദിസ് ലൈൻ മീൻസ് ദാറ്റ് ഇഫ് ദ ലിസ്റ്റ് ഓൾറെഡി ഹാസ് നോഡ്, ഈ ലിസ്റ്റിന് ഇപ്പോൾ ഓൾറെഡി ഹാസ് നോഡ് ആണല്ലോ, അത് സാറ്റിസ്ഫൈ ചെയ്തല്ലോ, അപ്പോൾ ഇഫ് കറണ്ട് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ലിങ്ക് ദ ന്യൂ നോഡ്, അതായത് പുതിയ നോഡിനെ എന്താക്കി മാറ്റണം, കറണ്ട് അങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, കറണ്ടിൻ്റെ നെക്സ്റ്റിന്, അതായത് ഇതാണല്ലോ കറണ്ടിൻ്റെ നെക്സ്റ്റിനെ നമ്മൾ പുതിയ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നോഡിൻ്റെ പ്രീവിയസിനെ നമ്മൾ കറണ്ടിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. ഇതിപ്പോൾ ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നോഡിൻ്റെ പ്രീവിയസിനെ നമ്മൾ കറണ്ടിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ എന്തായി, കണക്ഷനായി. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഹെഡ് നോക്കുക. ഇപ്പോൾ ഹെഡ് ഇഫ് നോട്ട് ഹെഡ് ആണെങ്കിൽ ഹെഡ് ഇസ് ഈക്വൽ ടു ഹെഡ് എന്ന് പറയുന്നത് ഇപ്പം നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ ശരിക്കും എന്നിട്ട് നോഡിൻ്റെ പ്രീവിയസ് ഇസ് ഈക്വൽ ടു കറണ്ട് ആക്കി മാറ്റി. ഇത് റൺ ചെയ്തില്ല, കറണ്ട് ഇസ് ഈക്വൽ ടു നോഡ് ചെയ്തില്ല കേട്ടോ, കറണ്ട് ഇസ് ഈക്വൽ ടു നോഡ്. അപ്പോൾ ഇതിനെ കറണ്ട് ഇസ് ഈക്വൽ ടു നോഡ് ചെയ്യണം. ഇതിനെ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. കറണ്ട് ഇസ് ഈക്വൽ ടു നോഡിലോട്ട് നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. കറണ്ട് ഇസ് ഈക്വൽ ടു നോഡിലോട്ട് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇഫ് നോട്ട് ഹെഡ് ആണെങ്കിൽ ഹെഡ് ഇസ് ഈക്വൽ ടു നോഡിലോട്ട് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എന്നാൽ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി. സാധാരണ നമ്മൾ നീക്കത്തില്ല, ഇതിവിടെ രണ്ടെണ്ണം മാത്രം ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കിയത്. അല്ലെങ്കിൽ നോർമലി നമ്മൾ നീക്കില്ല. ഇത് ജനറലി ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിതിനെ ഇങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ നമ്മൾക്ക് ഹെഡ് നീക്കിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഹെഡ് ഇസ് ഈക്വൽ ടു നോഡിലോട്ട് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഹെഡ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഇത് രണ്ടെണ്ണം മാത്രം ഉള്ളതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, വിസിറ്റഡ് ഇസ് ഈക്വൽ ടു URL എന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇനി അടുത്തത് ബാക്ക് ചെയ്യുവാണ്. ബാക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുകയാണ്. തിരിച്ച് മെയിനിലോട്ട് തന്നെ വന്നു, ബാക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുകയാണ്. എന്നിട്ട് ബാക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്, ഇഫ് കറണ്ട് ആൻഡ് കറണ്ട് പ്രീവിയസ്, അപ്പോൾ അതുണ്ടോ എന്ന് നോക്കുക. ഇഫ് കറണ്ട് ഉണ്ട്, കറണ്ടിനൊരു പ്രീവിയസും ഉണ്ട്, നള്ളല്ലല്ലോ. അപ്പോൾ ഇഫ് കറണ്ട് ഇതൊരു നോഡിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്, കറണ്ടിൻ്റെ പ്രീവിയസും ഒരു നോഡിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറണ്ടിൻ്റെ പ്രീവിയസിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. കറണ്ടിൻ്റെ പ്രീവിയസിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ കറണ്ടിൻ്റെ പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറണ്ടിൻ്റെ പ്രീവിയസ്. കറണ്ട് ഇസ് ഈക്വൽ ടു കറണ്ടിൻ്റെ പ്രീവിയസ്. കറണ്ടിൻ്റെ പ്രീവിയസിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. കറണ്ടിൻ്റെ പ്രീവിയസിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ പറയുകയാണ് അത് ബാക്കിലേക്ക് പോയി. എന്നിട്ട് കറണ്ടിൻ്റെ URL പ്രിൻ്റ് ചെയ്തു. എന്താണ് കറണ്ടിൻ്റെ URL, a.com പ്രിൻ്റ് ചെയ്തു. അതാണ് ബാക്ക് ടു എന്ന് പറഞ്ഞ് a.com പ്രിൻ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇല്ലായിരുന്നെങ്കിലോ, കറണ്ടിന് പ്രീവിയസും ഇല്ലായിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേനെ, ബാക്ക് ഹിസ്റ്ററി ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഒരിക്കൽ കൂടെ ബാക്ക് വിളിച്ചാൽ ശരിക്കും ഇവിടെ നോ ബാക്ക് ഹിസ്റ്ററി എന്നേ പറയുള്ളൂ. കാര്യം ഇതിൻ്റെ കറണ്ടിൻ്റെ പ്രീവിയസും ഇപ്പം നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോ ബാക്ക് ഹിസ്റ്ററി കാണിച്ചേനെ. 2 ബാക്ക് വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെ കാണിച്ചേനെ. ഇനി നമുക്ക് ഫോർവേഡ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോർവേഡ് എന്താണ്, ഇപ്പോൾ നമ്മൾ കറണ്ട് ഇവിടെ ഇരിക്കുന്ന കറണ്ടിൻ്റെ നെക്സ്റ്റും ഉണ്ടോ എന്ന് നോക്കി. മറ്റേത് പ്രീവിയസ് നോക്കിയ സ്ഥലത്ത് ഇവിടെ കറണ്ടിൻ്റെ നെക്സ്റ്റും ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, കറണ്ടിൻ്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. കറണ്ടിൻ്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ കറണ്ട് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഫോർവേഡ് ചെയ്തു എന്ന് കാണിച്ച് ആ ഫോർവേഡ് b.com പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇല്ലായിരുന്നെങ്കിലോ, ഇപ്പോൾ ഇനി ഒരിക്കൽ കൂടെ ഫോർവേഡ് വിളിച്ചാൽ എന്ത് സംഭവിക്കും, നള്ളെന്ന് കാണിക്കും. കാര്യം ഇപ്പോൾ ഇനി ഒരിക്കൽ കൂടെ ഫോർവേഡ് വിളിച്ചാൽ ഈ കറണ്ടിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് ചെയ്യുന്നത് എവിടെയാണ്, നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് പോയിൻ്റ് ചെയ്യുന്നത് നള്ളിലേക്കാണ്. അപ്പം അതില്ല, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നള്ളെന്ന് പറയും. ഇത് നെക്സ്റ്റാണ് കേട്ടോ, നെക്സ്റ്റ് പോയിൻ്റ് ചെയ്യുന്നത് നള്ളിലേക്കാണ്. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ നെക്സ്റ്റും കറണ്ടും എന്താണ്, രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. കറണ്ട് പോയിൻ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ കറണ്ടിൻ്റെ നെക്സ്റ്റ് നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ഇവിടെ രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ
ഇനി ഒരിക്കൽ കൂടെ ഫോർവേഡ് വിളിച്ചാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഉണ്ട്, പക്ഷേ കറണ്ടിൻ്റെ നെക്സ്റ്റ് നള്ളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല, നോ ഫോർവേഡ് ഹിസ്റ്ററി കാണിക്കും. ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.